അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹിജാബ് സ്റ്റൈൽ വീഡിയോ ആണ്. അതായത് കോളേജ് വിമൻസിന് അല്ലെങ്കിൽ വർക്കിംഗ് വിമൻസിനൊക്കെ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹിജാബ്. ഒരു രണ്ടോ മൂന്നോ പിന്നെ വെച്ചിട്ട് നല്ല സെക്യൂർ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹിജാബ് സ്റ്റൈലാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഷാൾ എടുക്കാം. ഷാൾ എടുത്തിട്ട് മുൻപിൽ നിന്ന് ചെറിയൊരു പാർട്ടീഷൻ എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് നമ്മളുടെ ഷാർപ്പ് കോന് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് ലോങ്ങും ഒരു സൈഡ് ഷോർട്ടുമാണ് വേരെടുക്കാൻ. അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നമ്മളുടെ ഫേസിനനുസരിച്ചിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ ഫോൾഡ് ചെയ്യുന്ന പോലെ ഒരു ഫോൾഡിങ് കൊടുക്കുക. ഫോൾഡിങ് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ താഴെയൊരു പിന്നോ ഹിജാബ് മാഗ്നറ്റോ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹിജാബ് മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഹിജാബ് മാഗ്നറ്റിനെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഷാർപ്നെസ്, അതായത് കോണ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുൾ ബാക്ക് ചെയ്തിട്ട് അവിടെ ഒരു പിന്നൊത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഒരു പിന്നൊത്തി കൊടുത്താൽ അനങ്ങില്ല, അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് സൈഡ് ഉണ്ടല്ലോ, ആ ലോങ് സൈഡ് എടുത്തിട്ട് ഷോർട്ട് സൈഡിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ഒന്ന് വലിച്ചു പിടിക്കാം. വലിച്ചു പിടിച്ചതിന് ശേഷം ഈ ലോങ് സൈഡ് നമ്മളുടെ താടിയുടെ ഒരു ഷേപ്പ് വരും, ആ ഷേപ്പിനനുസരിച്ച് എടുത്തിട്ട് ഒന്ന് ബാക്കിലേക്കാക്കിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഒരു പിന്നോത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒത്തിരി ലൂസാക്കിയാൽ ഹിജാബ് നിൽക്കില്ല. ഇച്ചിരി ടൈറ്റ് വേണം, എന്നാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെച്ചിട്ട് ഒരു പിന്നോത്തി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഹിജാബ് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. അഡ്ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്കിൽ ഒന്നും കൂടി കവർ ചെയ്യാനുണ്ട്. അതായത് നമ്മളിപ്പോൾ പിന്നോത്തി എടുത്തുനിന്ന് കുറച്ചൊന്ന് ഷോള് മുൻപിലേക്ക് വലിച്ചിട്ട്, അതായത് നമ്മൾ ഫോൾഡ് ചെയ്തതിനെ കൊണ്ട് ഈ ടോപ്പ് ലെയർ വരുമല്ലോ, അത് മുൻപിലേക്ക് എടുത്തിട്ട് നമുക്ക് മുൻപിലൊരു പിന്നോത്തി കൊടുക്കുക. പിന്നെ കുത്തിയതിന് ശേഷം നിങ്ങൾ വേലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ഷോർട്ട് സൈഡ് വരുമല്ലോ, അത് നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അബയാൻ്റെ ഉള്ളിലാക്കിയിട്ട് ആക്കി വെച്ച് കൊടുത്താൽ അത് കാണില്ല, അത് ഹൈഡായിക്കോളും. പിന്നെ ഒന്ന് ഹിജാബ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഹിജാബ് റെഡിയായി. മുൻപും ബാക്കും അത്യാവശ്യം നല്ലൊരു കവറേജ് ചെയ്യുന്ന ഹിജാബ് സ്റ്റൈലാണിത്. അപ്പോൾ ഇത്രയുള്ള ഒരു സിമ്പിൾ ഹിജാബാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്യാം. ഒത്തിരി വറി ആവേണ്ട, ക്യാരി ചെയ്യണോ റിമൂവ് ആയി പോകാനൊരു ടെൻഷനൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹിജാബ് സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതേ തരം പല മോഡലിലുള്ള ഹിജാബ് സ്റ്റൈൽസും നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റുന്നതായിരിക്കും ഇനി വരുന്ന വീഡിയോസിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്കമിങ് ആയിട്ട് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങളെ ഒപ്പീനിയൻ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അസ്സലാമു അലൈക്കും.